നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നു, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് കുട്ടികൾ പോയി തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു സന്തോഷകരമാകുന്ന അവസ്ഥയിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസകരമാകുന്ന ഒരു പ്രശ്നമായിട്ട് ലഹരി എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിന്റെ പ്രിയപ്പെട്ടവരെ കടന്നുകൂടിയിരിക്കുകയാണ്. കള്ള്, കഞ്ചാവ്, ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്, ഹാൻസ്, കൂൾ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള ലഹരികൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് മാരകമാകുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ അവരെ മെന്റലി ആയിട്ട് പോലും അവരുടെ മാനസികമായിട്ട് പോലും അവരെ മാറ്റിയിരിക്കുകയാണ്. അത് പറയുന്നതിൽ തന്നെ വളരെയധികം പ്രയാസമുണ്ട്. കാരണം നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള്, 3ാം ക്ലാസ്സിലും 4ലും 5ലും ഒക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട കുരുന്നു മക്കള്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം, പോലീസ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു നിയമം. എന്ന് പറഞ്ഞാൽ എവിടെയും അവർക്ക് പരിശോധിക്കാം. അവര് കയറി പരിശോധിച്ച് ലഹരി കിട്ടിക്കഴിഞ്ഞാൽ ഈ മാരകമാകുന്ന ലഹരി ഉപയോഗത്തെ തടയാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി അൽഹംദുലില്ലാഹ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നു. എത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവർ അന്യ സംസ്ഥാന തൊഴിലാളികളെ അടക്കം പെരുമ്പാവൂരിൽ നിന്നും ആലുവയിൽ നിന്നും നമ്മുടെ കേരളത്തിന്റെ പല പരിസര പ്രദേശങ്ങളിൽ നിന്നും അൽഹംദുലില്ലാഹ് നമ്മുടെ പോലീസ് പിടികൂടിയിട്ട് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും ഈ ലഹരി ഉപയോഗത്തെ തടയാൻ വേണ്ടി നോക്കുമ്പോ അതില് കൂടെ നിന്ന് കൊടുക്കേണ്ട ചുമതല എനിക്കും നിങ്ങൾക്കും ഓരോ മാതാപിതാക്കൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ കടമയുണ്ട്, ബാധ്യതയുണ്ട്. കാരണം പല വീടുകളിലും ലഹരി എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പല കുടുംബത്തെ തകർത്ത് കളയുകയാണ്. ഒരു പള്ളി ഇമാം എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, പല വീടുകളിലും ലഹരിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ തകർത്ത് കളയുന്നത് പല ജീവിതങ്ങളിൽ. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹാനാകുന്ന നിമിതങ്ങൾ പറയുന്നത്, കണ്ണെന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഫവാഹിഷ്, ആ കണ്ണെന്ന് പറഞ്ഞാൽ തിന്മയുടെ മാതാവാണ്. അതിൽ നിന്നും മാറി നിൽക്കാൻ പോലും പ്രവാചകനാകുന്ന നിമിതങ്ങള് പറയാനുള്ള കാരണം അതാണ്. ഞാൻ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാൻ, നമ്മുടെ വീട്ടില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് അല്ലെങ്കിൽ 18 വയസ്സ് തന്നെ മക്കള് പലരും യൂട്യൂബ് ബ്ലോഗിലൊക്കെ അടിമയായിട്ടുള്ള പല മക്കളുണ്ട്. യൂട്യൂബ് ബ്ലോഗിൽ പലരുടെയും യൂട്യൂബ് ബ്ലോഗ് കണ്ടിട്ട് അതിൽ അടിമപ്പെട്ടു പോയ പല മക്കളുണ്ട്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളായി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സർവ്വ സോഷ്യൽ മീഡിയയിലും വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. കാരണം നമുക്കറിയാം, ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ബ്ലോഗ് കണ്ടിട്ട് പല ആളുകളും ഇൻഫ്ലുവൻസർമാരായി പോകുന്നവരുണ്ട്. അവന്റെ ബ്ലോഗ് കണ്ടിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികള് നമ്മുടെ വീടുകളിലും നമ്മുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മള് ഈ ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ മനസ്സിലാകും എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകള് അവരിൽ നിന്നും പിരിഞ്ഞു പോയപ്പോ ഒരു കൂട്ടം ആളുകള് തൊപ്പിയുടെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്നു, ഒരു കൂട്ടം ആളുകള് മറ്റവന്റെ രഹസ്യം വിളിച്ചു പറയുന്നു. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത് 2 കൂട്ടരും പക്കാ തെമ്മാടിത്തരമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെ മക്കളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് തൊപ്പി പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഞാനങ്ങനെ കള്ളൊന്നും കുടിക്കാറില്ല, ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല, ഞാൻ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ നിർബന്ധിക്കാറുണ്ട് കള്ളുകുടിക്കാൻ. ഞാൻ എന്റെ ബിസിനസിന്റെ ആവശ്യപ്രകാരം ഞാൻ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, കള്ളുകുടിക്കാറുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ, ഒറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നാളെ തന്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബിസിനസിന് വേണ്ടി ചെയ്യുമെന്നാണ് അതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഇത്തരത്തിലുള്ള ബ്ലോഗൊന്നും കാണിക്കാൻ പാടില്ല. അതില് വ്യഭിചരിച്ചിട്ടുണ്ട്, കള്ളുകുടിച്ചിട്ടുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സിന് അടിമയായിട്ടുള്ളവരാണ് ആ ഗ്യാങ്ങിലുള്ളവര്. അവര് യൂട്യൂബിന്റെ മുമ്പിൽ വന്നിട്ട് അവര് പറയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ പെണ്ണിന്റെ കൂടെ പോയി കിടന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ തെറ്റല്ല എന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുമ്പോ
ഞാൻ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മക്കളെ അതുപോലെ തോന്നിയവാസം കാണിക്കുന്ന ബ്ലോഗ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മുടെ മക്കൾ എന്ത് ചെയ്യാൻ മാറ്റി നിർത്താൻ ശ്രമിക്കാം. ഇപ്പൊ ഞാൻ തന്നെ ഓർക്കാണ്, ഞാന് കുറച്ചാൾ മുമ്പ് ഹനാഷായ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോ ഈ തൊപ്പി എന്ന് പറയുന്ന ആള് വന്നിട്ട് എനിക്കെതിരെ കുറെ ട്രോളുകൾ ഉണ്ടാക്കി, എനിക്കെതിരെ കുറെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി, ഭയങ്കര റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓന്റെ ചാനലൊക്കെ ഇടുകയുണ്ടായി. ഞാൻ ആദ്യം എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാ നമ്മൾ ദീൻ പറയുമ്പോ ആ ദീനിനെതിരെ വന്നിട്ട് ഉസ്താദന്മാർക്കെതിരെ വന്നിട്ട് ഈ കള്ളു കുടിച്ചിട്ട് ഏതെങ്കിലും ഒക്കെ പെണ്ണിന്റെ കൂടെ കിടന്നിട്ട് സ്വന്തം വാപ്പി ഉമ്മയും പോലും നോക്കാതെ കിടന്നിട്ട് നമ്മൾ ഉസ്താദന്മാരെ വന്ന് കുറ്റം പറയും. എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, യൂട്യൂബുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ടവരാണെങ്കിൽ അവർക്കെല്ലാം ഇതിന്റെ വസ്തുത അറിയാം. നമ്മളൊരു കാരണവശാലും, കാരണം പക്കാ ഫ്രോഡ് പരിപാടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും മറക്കുന്ന പരിപാടികളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പൈസ ഉണ്ടായതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാര് ഈ തൊപ്പിയും കുട്ടികളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരെ നമ്മുടെ സമൂഹത്തെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഈ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഉത്ബോധനം തരുന്നത്, നമ്മുടെ മക്കളെ അങ്ങനെയുള്ള ബ്ലോഗ് കാണുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊന്നും ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നല്ല ബ്ലോഗുകൾ കാണുക, നല്ല വീഡിയോസ് കാണുക, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണുക, അല്ലാതെ മറ്റുള്ളവരെ കണ്ടുപിടിപ്പിക്കാനും ഡ്രഗ്സിന് അടിമപ്പെടുത്താനും വ്യഭിചരിക്കാനും പ്രോത്സാഹനം തരുന്ന ബ്ലോഗിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ കടന്നു പോകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിനോടൊപ്പം പറയാനുള്ളത് ഓപ്പറേഷൻ തൂഫാൻ. ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അതുമായി സഹകരിക്കണം. കാരണം നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. നമ്മുടെ നാടിന്റെ പരിസരത്ത് ലഹരിയുടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ അതിനെ തടയാനാണ് ഓപ്പറേഷൻ തൂഫാൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനോടൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം അൽഹംദുലില്ലാഹ് നല്ല ജീവിതമായി നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ലഹരിക്ക് അടിമപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമാകുന്ന വിദ്യാഭ്യാസം അനുഗ്രഹിക്കുമാറാവട്ടെ. ലഹരിയിൽ അടിമപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ അല്ലാഹു അവർക്കെല്ലാം അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ, സമാധാനം കൊടുക്കുമാറാവട്ടെ, എല്ലാവിധ ആരോഗ്യങ്ങളും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനുള്ള ജീവിച്ച് ഈമാനുള്ള മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.